നിർഭയ എന്ന ഈ പെൺകുട്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2012 ഡിസംബർ 16 ന്യൂഡൽഹിയിൽ നടന്ന ഒരു ക്രൂരകൃത്യം രാജ്യത്തെ ആകെ ഞെട്ടിച്ചു. അതെ, ആ ക്രൂരതയുടെ ഇരയാണിവൾ, നിർഭയ. അതെ, നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് നിർഭയയുടെ ആ ഒരു ദിവസത്തിലേക്കാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. 2012 ഡിസംബർ 16 ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നടന്ന ഒരു ക്രൂരകൃത്യം രാജ്യത്തെ ആകെ ഞെട്ടിച്ചു. ഒരു യുവ മെഡിക്കൽ വിദ്യാർത്ഥിനി സുഹൃത്തിനൊപ്പം സിനിമ കണ്ടു മടങ്ങുന്നതിനിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനും ആക്രമണത്തിനും ഇരയായത്. ഈ സംഭവം പിന്നീട് നിർഭയ കേസ് എന്ന പേരിൽ അറിയപ്പെട്ടു. നിർഭയ എന്നത് യഥാർത്ഥ പേരല്ല, നിയമപരമായ കാരണങ്ങളാൽ മാധ്യമങ്ങൾ നൽകിയ പേരാണ്. അതിൻ്റെ അർത്ഥം ഭയമില്ലാത്തവൾ എന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ നിർഭയ കേസിൻ്റെ പൂർണ്ണ കഥയും അന്വേഷണവും കോടതി നടപടികളും കുറ്റവാളികളുടെ ശിക്ഷയും അതിനുശേഷം ഇന്ത്യയിൽ വന്ന നിയമപരിഷ്കാരങ്ങളും ഏറ്റവും പുതിയ വിവരങ്ങളും വിശദമായി നോക്കാം. സംഭവത്തിൻ്റെ തുടക്കം 2012 ഡിസംബർ 16 രാത്രി. 23 വയസ്സുള്ള ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയും സുഹൃത്തും സിനിമ കണ്ട ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. രാത്രി ഏകദേശം 9 മണിയോടെ അവർ ഒരു സ്വകാര്യ ബസ്സിൽ കയറി. ബസ്സിൽ ഡ്രൈവറും മറ്റു ചിലരും ഉണ്ടായിരുന്നു. ബസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ യുവാവിനെ ആക്രമിക്കുകയും യുവതിയെ കൂട്ടബലാത്സംഗത്തിനും ക്രൂരമായ മർദ്ദനത്തിനും ഇരയാക്കുകയും ചെയ്തു. അക്രമത്തിൻ്റെ ക്രൂരത അതീവ ഭീകരമായിരുന്നു. തുടർന്ന് ഇരുവരെയും ബസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. വഴിയാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രാജ്യം നടുങ്ങിയ ദിനങ്ങൾ. സംഭവവിവരം പുറത്തു വന്നതോടെ രാജ്യമൊട്ടാകെ പ്രതിഷേധം ശക്തമായി. ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യവ്യാപകമായി ഉയർന്നു. സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും നിർഭയയ്ക്ക് നീതി ആവശ്യപ്പെട്ട് വൻ പ്രചാരണങ്ങൾ നടന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധങ്ങളിലൊന്നായിരുന്നു ഇത്. ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവതിയുടെ ആരോഗ്യനില വഷളായി. പിന്നീട് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ 2012 ഡിസംബർ 29 അവൾ മരണപ്പെട്ടു. ഈ വാർത്ത രാജ്യമെമ്പാടും ദുഃഖവും രോഷവും സൃഷ്ടിച്ചു. കേസിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. അവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തവനായിരുന്നു. പ്രതികൾക്കെതിരെ കൊലപാതകം, കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി. ഒരു പ്രതി ജയിലിൽ കഴിയുന്നതിനിടെ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട് ചെയ്തു. മറ്റു പ്രതികൾക്കെതിരെ വിചാരണ തുടർന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതി ജനങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ചു. 2013 കോടതി 4 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു. തുടർന്ന് കേസ് വിവിധ കോടതികളിലൂടെ നീങ്ങി. സുപ്രീം കോടതി വിധി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ 2017 വധശിക്ഷ ശരിവച്ചു. കുറ്റകൃത്യത്തിൻ്റെ ക്രൂരതയും സമൂഹത്തെ ബാധിച്ച ആഘാതവും പരിഗണിച്ചാണ് കോടതി ഈ തീരുമാനമെടുത്തത്. ശേഷം പ്രതികൾ പുനഃപരിശോധനാ ഹർജികളും ദയാഹർജികളും സമർപ്പിച്ചു. എന്നാൽ എല്ലാം തള്ളിക്കളയപ്പെട്ടു. 2020 മാർച്ച് 20 ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ശ്രദ്ധേയ ദിനം. 4 പ്രതികളെയും തീഹാർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. സംഭവം നടന്നതിന് ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. നിർഭയയുടെ കുടുംബം ഇത് നീതിയുടെ വിജയമെന്ന് പ്രതികരിച്ചു. നിർഭയ കേസിനു ശേഷം വന്ന നിയമപരിഷ്കാരങ്ങൾ. ഈ സംഭവം ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. 2013 പുതിയ ക്രിമിനൽ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നു. അതിൽ ലൈംഗിക അതിക്രമണങ്ങളുടെ നിർവചനം വിപുലമാക്കി. സ്ത്രീകൾക്കെതിരായ കുറ്റങ്ങൾക്ക് കർശന ശിക്ഷകൾ ഏർപ്പെടുത്തി. സ്റ്റോക്കിംഗ് കുറ്റകരമാക്കി. ആസിഡ് ആക്രമണങ്ങൾക്ക് പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. സ്ത്രീ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ നിർഭയ ഫണ്ട് ആരംഭിച്ചു. ഈ ഫണ്ടിലൂടെ CCTV സംവിധാനങ്ങൾ, വനിതാ ഹെൽപ്പ് ലൈൻ, സുരക്ഷാ പദ്ധതികൾ, വനിതാ സഹായ കേന്ദ്രങ്ങൾ എന്നിവ നടപ്പിലാക്കി. 2026 നിർഭയ കേസ് ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷാ ചർച്ചകളുടെ കേന്ദ്ര വിഷയമായി തുടരുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ദേശീയ ബോധവൽക്കരണം വർദ്ധിപ്പിച്ചു. നിയമപരിഷ്കാരങ്ങൾക്ക് വഴിയൊരുക്കി. ലൈംഗിക അതിക്രമണ കേസുകളിൽ അന്വേഷണം, വിചാരണ എന്നിവ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായി. സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ ദിശ നൽകി. അതേസമയം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ സുരക്ഷാ നടപടികൾ ആവശ്യമാണെന്നും സാമൂഹിക പ്രവർത്തകരും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. നിർഭയ കേസ് ഒരു കുറ്റകൃത്യത്തിൻ്റെ കഥ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തിയ സംഭവമാണത്.
ഒരു യുവതിയുടെ ദാരുണ മരണം ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കുകയും നിയമങ്ങളെ മാറ്റുകയും സ്ത്രീ സുരക്ഷയെ ദേശീയ ചർച്ചയാക്കുകയും ചെയ്തു. ഇന്നും നിർഭയ എന്ന പേര് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നീതിക്കുമായുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. നിർഭയയെ നമുക്ക് തിരികെ കൊണ്ടുവരാനാകില്ല, പക്ഷേ അവളുടെ കഥ മറക്കാതിരിക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത്തരമൊരു സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള ബോധവൽക്കരണവും ജാഗ്രതയും നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും വിട.